ഹലോ, വെൽക്കം വണ്ടർലെസ് ഡയറീസ്. എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം വൈകുന്നേരമാണിത്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് ബ്രൗണീനായിട്ട് ഫോർട്ട് കൊച്ചിക്കൊന്ന് പോയി ഫോർട്ട് കൊച്ചിക്കൊന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ബ്രൗണി വേറെ മൂഡിലാണത്. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പോണ വഴിയിൽ ഒരാളും കൂടെ പിക്ക് ചെയ്യാണ്ട് അവളും കൂടെ പിക്ക് ചെയ്തിട്ട് പുള്ളിക്കാരിയും കൂടെ ആയിട്ടാണ് പോണത്. സോ പോയിട്ട് പിക്ക് ചെയ്യുന്നു, പോകുന്നു. ആ പോണതിന് മുന്നേ അതിന് ഇടക്ക് ചെറിയ ചെറിയ പരിപാടിയുണ്ട്. ഒരു ജോസ്കോലൊന്ന് കയറാനുണ്ട്. സോ പോയി നോക്കാം. ഓക്കെ, ബ്രൗണി അങ്ങനെ രണ്ടുപേരുടെ നീണ്ടു നിന്ന കുളിക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അവൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം പുറത്ത് അത്യാവശ്യം നല്ല കുറുമ്പനാണ് അവന്. അപ്പോൾ പോകുന്നത് പിന്നെ ഇതിലാണ്, ഓല സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ചാർജ് ഇനി നേരെ നമ്മൾ ആ പറഞ്ഞ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഞാനുണ്ട്, ബ്രൗണിയുണ്ട്. വെയിറ്റിംഗ് ആണ് ഗൈസ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഫൈനലി ഇതേ വന്നു നമ്മുടെ കഥാനായിക. അവളുടെ ഓഫീസിനാണിത്, ഓഫീസിൻ്റെ ഫ്രണ്ടാണ്. ഇതെല്ലാം അവളുടെ കൊളീഗ്സ് ആണ്, ബ്രൗണിയുടെ ചെറിയ കൊച്ചു ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഗോൾഡിൻ്റെ സ്കീം ചേരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ വന്നതാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവർ അലൗഡ് ചെയ്തു അകത്തേക്ക് കയറ്റാമെന്നുള്ളതൊക്കെ, കുഴപ്പമില്ല. പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവനക്ക് പിന്നെ അത്യാവശ്യം നല്ല ഫാൻസും ഉണ്ടായി അവിടെ. ഫാൻസ് അല്ല, അവൻ്റെ ഈ ക്യൂട്ട്നെസ് കാരണം അവരെല്ലാവരും ഇവന്മാർക്ക് ഫാൻസാണ്. അങ്ങനെ 2-3 ഫ്രണ്ട്സൊക്കെ ആയി അവനൊക്കെ നല്ല ഹാപ്പിയാണ്. അങ്ങനെ ഗോൾഡ് സ്കീം ചേർന്നു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അവളെ കുറച്ച് ചാഞ്ചാട്ടങ്ങൾ. ഇനി നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാം. പണി പാളി ഗൈസ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ പെയ്തു, പണി കിട്ടി. കാരണം ഇവനെ ഇവിടെ സ്ട്രീറ്റ്സിലൊക്കെ ഒന്ന് നടത്താം, ഇവനൊന്ന് എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവനെയും കൂടി കൂട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് ഇവിടെ തറയെല്ലാം ഫുള്ള് വെറ്റായതുകൊണ്ട് അവനെ ഇറക്കി കഴിഞ്ഞാൽ കാലെല്ലാം ചെളിയായി ആ കലമ്പാവും. അതുകൊണ്ട് പിന്നീട് എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവനെ നിലത്ത് ഇറക്കിയിട്ടേ ഇല്ല. അവക്ക് പണി കിട്ടി, അങ്ങനെ വേണമെങ്കിലും പറയാം. അങ്ങനെ ഞങ്ങളിതേ നടന്നു. ഇതാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലെ മറ്റേ വാസ്കോ ഡ ഗാമ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർട്ട് കൊച്ചിയാണ്. ഇവിടുത്തെ ഇതൊക്കെ കുറേ മുന്നേ ഉള്ള ഹോട്ടൽസാണ്, റെസ്റ്റോറൻറ്റ്സ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്രൗഡ് വരാറുണ്ട് ഇവിടെ. പക്ഷേ ഇന്ന് എന്തോ മഴയായിട്ടാണ് തോന്നുന്നു, അത്യാവശ്യം ആൾ കുറവാണ്. സാധാരണ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല ആൾക്കാർ വരാറുണ്ട്. നൈറ്റിലാണ് ഇവിടെ എല്ലാവരും ഒത്തുകൂടാറ്. പിന്നെ കൊച്ചിയിലോട്ട് ഇങ്ങോട്ട് വരുന്ന എല്ലാവരും
നൈറ്റിലൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം നൈറ്റിലാണ് ഇവിടെ കുറച്ചുകൂടെ ഭംഗി കൂടുതൽ. കാരണം അത്യാവശ്യം പഴയ കെട്ടിടങ്ങള്, സ്ട്രീറ്റ് ലൈറ്റുകള്, പിന്നെ കുറെ പേര് ഇതേപോലെ രാത്രി ഇറങ്ങാൻ വേണ്ടിയിട്ട്, നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഇറങ്ങും. അത്യാവശ്യം എല്ലാവരും ക്രൗഡായിട്ട് ഉണ്ടാവും. അപ്പോൾ നൈറ്റ് ഒന്നും കൂടെ ഭംഗിയാണ് ഇവിടെ കൊച്ചിയിൽ. അങ്ങനെ ഞങ്ങൾ ബീച്ച് സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ബീച്ചിലെ ഫുട്പാത്താണ്. അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള സ്ഥലമാണ്. ഇതേ പണ്ടത്തെ മറ്റേ ഡച്ച്, പോർച്ചുഗീസ്, ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ടൈമിൽ അവർ വന്നിരുന്നപ്പോൾ ഉള്ളൊരു പുരാതന വസ്തുവാണിത്. അവരുടെ ഒരു കപ്പലിൻ്റെ ഒരു പീരങ്കി. ഇതുപോലെ കുറേ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ ഇവിടെയുണ്ട്. പുരാതന വസ്തുക്കൾ. അതുപോലെ ഇവിടെ ഒരു ഫോക്ലോർ മ്യൂസിയം ഉണ്ട്. അവിടെ കുറേ ഇഷ്ടക്കണക്കിന് പുരാതന വസ്തുക്കൾ കാണാൻ കഴിയും. പിന്നെ ഈ ഫോർട്ട് കൊച്ചി, ഈ വാസ്കോഡഗാമ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു സീ സൈഡ് ഏരിയയാണ്. അത്യാവശ്യം ചുറ്റും വെള്ളക്കെട്ട്. ഇവിടെ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ഇതാണ്, കടലാണ്, ബീച്ച് ഏരിയയാണ്. അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് കായൽ. അതായത് ഫുള്ള് ഒരു ഐലൻഡ് പോലെയാണ് ഈ ഫോർട്ട് കൊച്ചി, നമ്മുടെ വില്ലിംഗ്ടൺ, ഈ ഒരു ഏരിയ എല്ലാം നിൽക്കുന്നത്. പണ്ട് കാലത്ത് ഇവിടെയുള്ളവർ റോഡ് ഇല്ലാത്ത ടൈമിൽ ഇവര് വെള്ളം ഇതുവഴി, വള്ളമില്ലേ മറ്റേ നമ്മുടെ തോണി വഴിയാണ് എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കാരണം റോഡ് വഴിയില്ല. പിന്നെ ഇതുപോലെ ഒരു പുരാതന എന്തോ ഒരു വസ്തുവാണ്. അതിൻ്റെ ഒരു ബോർഡും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, അതിന് മെൻഷൻ ചെയ്തിട്ട്. എന്തോ ഒരു ബോയിലേഴ്സ് ആണ് തോന്നുന്നു. ബോയിലേഴ്സ്, സ്റ്റീം ബോയിലേഴ്സ് ഓഫ് ദ ക്രൈൻസ് യൂസ്ഡ് ഇൻ കൊച്ചിൻ ഡ്രൈ. അയ്യോ, അവസാനം അവന് നിലത്തിറക്കി. അവനിപ്പോ എന്തോ ഫ്രീഡം കിട്ടിയ പോലെയാ. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി മണ്ടി നടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ചിപ്പോ ഇത് സ്ട്രീറ്റ് വെറ്റില്ല, അതുകൊണ്ട് ഇറക്കി. അല്ലാന്നുണ്ടെങ്കിൽ അവന്റെ കാലൊക്കെ അഴുക്കായി അലമ്പായനെ. കുറച്ച് അത്യാവശ്യം നടന്നു. അവന് അത്യാവശ്യം കാണേണ്ട സ്ഥലമൊക്കെ ആവും. ഇങ്ങനെ പോയി സ്ട്രീറ്റ് ഒക്കെ അത്യാവശ്യം കണ്ടു നടന്നു. ഇവിടൊക്കെ ഏരിയ നല്ല ഭംഗിയാ കാണാൻ. ഈ ഓരോ സ്ട്രീറ്റും ഓരോ ഭംഗിയാണ്. അവസാനം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അവക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതങ്ങനെ ഇടക്ക് ഞാൻ കുറച്ച് എടുത്തിട്ട് പോവും, അത് കഴിഞ്ഞാൽ കുറച്ച് അവളെടുത്തിട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടില്ല. നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ് അവന്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തോ കണ്ടിട്ടുണ്ട് കണ്ടില്ലേ? അത്യാവശ്യം സ്ട്രീറ്റുകൾ നൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയായി. ഇവിടൊക്കെ ഇതുപോലെയൊന്നും അല്ല. അത്യാവശ്യം നല്ല ക്രൗഡ് ആൾക്കാർ വരും. നല്ല കുറേ പേരുണ്ടാവും ഇവിടെയൊക്കെ നടക്കാനും പാട്ട് പാടാനും ഓരോ ആക്ടിവിറ്റീസായിട്ട്. അങ്ങനെ ഒരുപാട് ഉണ്ട് ഈ ഫോർട്ട് കൊച്ചിനെ പറ്റി പറയാനായിട്ട്. ഇതെല്ലാം ഡച്ച് അവര് പറങ്കിപ്പടകൾ വന്ന് ഇവിടെ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഇവിടെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചതാണ്. ഇതൊക്കെ വേറെ റെസ്റ്റോറൻറ്റുകൾ പുതിയത് അവരുണ്ടാക്കിയതാണ്. അല്ലാണ്ട് വേറെ കുറെ കെട്ടിടങ്ങളുണ്ട് ഇവിടെ. പണ്ട് മറ്റേ ജൂത്ത് കമ്മ്യൂണിറ്റികൾ കുറെ താമസിച്ചായിരുന്നു.
അവരുടെ കുറച്ച് ഇതുണ്ട്. അവർ പക്ഷെ ഇവിടെ ഫോർട്ട് കൊച്ചി അല്ല, ഈ ഫോർട്ട് കൊച്ചിന്ന് കുറച്ച് അപ്പുറം മാറി നിന്നിട്ട് ഒരു ഇതുണ്ട്, ജ്യൂസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു ഏരിയനുണ്ട്. അവിടെ പണ്ട് ഇവരെ ജ്യൂസ് കമ്മ്യൂണിറ്റി അവര് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോ അവരാരുമില്ല. ഇപ്പോ അതില് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഏതോ ഒരു ലേഡി മാത്രം, ഒരു ജ്യൂസ് ലേഡി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരറിവ്. എത്രത്തോളം ശരിയാണോ എന്നറിയില്ല. അത് ജ്യൂസ് സ്ട്രീറ്റിന്റെ അകത്താണ് പിന്നെ ഈ സിനഗോഗ് ഉള്ളത്. സിനഗോഗ് എന്തായാലും നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. സിനഗോഗ് അതൊരു ഇവരെ ജ്യൂസ് കമ്മ്യൂണിറ്റിയുടെ ഒരു ചർച്ചാണ്. അത് ഇപ്പൊ ഒരു മ്യൂസിയം പോലെ ഈ ഗവൺമെന്റ് കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും അതും നമുക്ക് പിന്നീട് പോയിട്ട് കാണാം. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഫോർട്ട് കൊച്ചി കാണിക്കാനുള്ള. ഞാൻ അടുത്ത വീഡിയോക്ക് ഇനിയും വരാം. ബൈ.